ഗുഡ് മോർണിംഗ് എല്ലാവർക്കും. വെൽക്കം ടു ഹീലിംഗ് ലൈഫ് ടാറോ. ഓക്കെ, നമുക്കിന്ന് മെയ് 1 ഈ മന്തിൻ്റെ ഗൈഡൻസ് ആയിട്ട് നമുക്ക് നോക്കാം. ഓക്കെ, ഈ ഒരു മാസം നിങ്ങൾക്ക് മുന്നോട്ട് എന്തൊക്കെയാണ് വരാൻ പോകുന്നത്? ഓക്കെ, ജസ്റ്റ് ഓക്കെ, ആദ്യം നമുക്ക് ടാരോ എനർജി നോക്കാം. ടാരോയിൽ നിന്ന് കിട്ടുന്നതും പ്ലസ് ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ഗൈഡൻസ് കൂടെ എടുക്കാം. നിങ്ങൾക്കുള്ള അഡ്വൈസ് യൂണിവേഴ്സ് എന്തൊക്കെയാണ് പറയാൻ നോക്കാം. ഈ ഒരു മന്ത് നിങ്ങൾക്ക് മുന്നോട്ട് എന്തൊക്കെ പ്രതീക്ഷിക്കാം, എന്താ സംഭവിക്കാൻ പോകുന്നത്, നിങ്ങൾക്ക് എന്തൊക്കെയായിരിക്കും നോക്കാം. ഓക്കെ, ആദ്യത്തെ ഇത് ഒരു ഫുൾ മന്ത് റീഡിങ് ആയതുകൊണ്ട് കുറച്ച് കാർഡ്സ്. ഓക്കെ, 10 of Cups, 10 of Pentacles, 2 of Wands, Page of Cups, 6 of Cups, 3 of Pentacles. Okay. ഇത് നമുക്ക് ആദ്യത്തെ ഒരു 15 ദിവസത്തെ എനർജി എന്ന രീതിയിൽ എടുക്കാം. ഓക്കെ, ആൻഡ് രണ്ടാമത്തെ പകുതി. ഓക്കെ, സോ 6 of Swords, Ace of Cups, 8 of Cups, Queen of Swords, Chariot, okay, Star card, and Knight of Pentacles, Page of Wands. Okay, so നമ്മുടെ മെയ് മന്തിൽ നിങ്ങൾക്ക് എന്തൊക്കെയാണ് ഇനി പ്രതീക്ഷിക്കാൻ പറ്റുക എന്നാണ് നോക്കാൻ പോകുന്നത്. ഓക്കെ, ആദ്യം തന്നെ കാണുന്നത് ആക്ച്വലി ഇപ്പോൾ ഈ ഒരു മെയ് സ്റ്റാർട്ടിങ് ഐ തിങ്ക് നിങ്ങൾ ഫാമിലിയിൽ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. നിങ്ങളുടെ ഫാമിലി ലൈഫ്, സന്തോഷങ്ങൾ എന്ന രീതിയിൽ. ഓക്കെ, നിങ്ങളുടെ ഫാമിലി അബണ്ടൻസ്, അതിനെക്കുറിച്ച് നിങ്ങൾ ഇപ്പോൾ അതിൽ ഇൻവോൾവ് ആണ്. നിങ്ങൾ ഹാപ്പി ആയിരിക്കാം ഫാമിലിയുടെ കൂടെ. വെക്കേഷൻ ടൈമൊക്കെയാണ്. അപ്പോൾ ഫാമിലി കുട്ടികളൊക്കെ ഉള്ളവർ, നിങ്ങൾ കാണുന്നവർ, യങ്സ്റ്റേഴ്സിനും നിങ്ങൾ മേ ബി ഫാമിലിയുടെ കൂടെ എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് കോളേജൊക്കെ പഠിക്കുന്നവരാണെങ്കിലും നിങ്ങൾക്ക് ലീവോ വെക്കേഷനോ ഒക്കെ ഉണ്ടെങ്കിൽ മേ ബി ഫാമിലിയുടെ കൂടെ കൂടുതൽ സമയം ചിലവഴിക്കുക, ഹാപ്പി ആയിട്ടിരിക്കുക, എന്തെങ്കിലും ട്രിപ്സ് ഒക്കെ പോവുക, അങ്ങനെയൊക്കെയുള്ള ചില കാര്യങ്ങളൊക്കെ ആയിരിക്കും. വല്ല ഫംഗ്ഷൻ എന്തെങ്കിലുമൊക്കെ അറ്റൻഡ് ചെയ്യുക, ആ രീതിക്ക് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. വെക്കേഷൻ ടൈമല്ലേ, അതുകൊണ്ടായിരിക്കാം ഈ ഒരു എനർജി. ഓക്കെ, ഇപ്പോൾ ആദ്യത്തെ ഒരു ഫസ്റ്റ് 1 വീക്ക് അല്ലെങ്കിൽ ഫസ്റ്റ് ഫ്യൂ ഡേയ്സ് എന്ന് പറയാം. നിങ്ങൾ മാരീഡ് ആയാലും ശരി, സിംഗിൾ ആയാലും ശരി, എങ്ങനത്തെ ഏതായാലും നിങ്ങളുടെ ലൈഫിൽ ഇപ്പോൾ ആദ്യത്തെ കുറച്ച് ദിവസം നിങ്ങൾ ഫാമിലിയുമായിട്ട് എൻജോയ് ചെയ്യുന്നൊക്കെ ആയിട്ട് കാണുന്നുണ്ട്. ഹാപ്പി ആയിട്ടിരിക്കുന്നുണ്ട്. ഓക്കെ, എന്തെങ്കിലും ചിലപ്പോൾ വലിയ അബണ്ടൻസ് വന്നിട്ടായിരിക്കില്ല. 10 of Pentacles നമ്മൾ അങ്ങനെ പറയാറുണ്ട്. പക്ഷെ എന്നാലും അങ്ങനെ അബണ്ടൻസ് ഒന്നും വന്നില്ലെങ്കിലും മേ ബി ജസ്റ്റ് നിങ്ങൾ ഫാമിലിയുമായിട്ട് ടൈം സ്പെൻഡ് ചെയ്യുന്നു, നിങ്ങൾ വളരെ ഹാപ്പി ആയിട്ട് സ്പെൻഡ് ചെയ്യുന്നു എന്ന രീതിയിലാണ്. അത് കഴിയുമ്പോൾ ഒരു വെയിറ്റിംഗ് എനർജി ഉണ്ട്. എന്തിനെയോ വെയിറ്റ് ചെയ്തിരിക്കുന്ന പോലെ. ചിലവർക്ക് മേ ബി നിങ്ങളൊരു ജോലിയൊക്കെ നോക്കാൻ തുടങ്ങുന്നുണ്ടെങ്കിൽ, പഠിച്ചിറങ്ങിയ സ്റ്റുഡൻസ് ഒക്കെ ആണെങ്കിൽ നിങ്ങൾ ജോലിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുക. ഈവൻ കരിയറൊക്കെ ആണെങ്കിലും നമ്മൾ ഒരു ഫാമിലിയൊക്കെ ഉള്ളവർ മേ ബി ഒരു കരിയറിൻ്റെ ചേഞ്ച്, അങ്ങനത്തെ കാര്യങ്ങളെക്കുറിച്ച് ആലോചിക്കുന്നുണ്ടാവാം. ചിലവർ റിലേഷൻഷിപ്സിൻ്റെ കാര്യത്തിൽ മേ ബി ആരുടെയെങ്കിലും ഒരു ഓഫർ വെയിറ്റ് ചെയ്തിരിക്കുമായിരിക്കാം. ഓഫർ കിട്ടും എന്ന് പറയാം. നിങ്ങൾ ആക്ച്വലി വെയിറ്റ് ചെയ്യുന്നുണ്ട്, അതെന്തോ വരുന്നുണ്ട്. നിങ്ങൾ വെയിറ്റ് ചെയ്യുന്ന കാര്യം നിങ്ങൾക്ക് വരുന്നുണ്ട്. അത് ജോലി ഓഫർ ആയാലും റിലേഷൻഷിപ്പ് ഓഫർ ആയാലും ശരി, രണ്ടും നിങ്ങൾക്ക് വരാനുള്ള ഒരു സാധ്യതയാണ്. ഒന്നും വേണ്ട, ജസ്റ്റ് നിങ്ങൾക്ക് ഒരു സന്തോഷം വരുന്നതായിട്ട് കാണുന്നുണ്ട്. എന്തെങ്കിലും ഒരു ചിലപ്പോൾ വെക്കേഷനൊക്കെ ആകുമ്പോൾ ആരെങ്കിലും വിസിറ്റിന് വരിക, അല്ലെങ്കിൽ ആരെങ്കിലും ഫ്രണ്ട്സിനെ മീറ്റ് ചെയ്യുക, എന്തെങ്കിലും അങ്ങനത്തെ ഒരു സന്തോഷമായിരിക്കാം. ഒരു ചെറിയൊരു കാര്യമായിരിക്കാം. ഒരു ഗിഫ്റ്റ് കിട്ടുന്ന പോലെ ആയിരിക്കാം. ഇമോഷണൽ ഒരു സന്തോഷം വരുന്ന പോലെ, എല്ലാ തരത്തിലും പറയാം. പക്ഷെ നിങ്ങളത് വെയിറ്റ് ചെയ്തിരുന്നുണ്ടായിരുന്നു, നിങ്ങൾ എന്തിനോ വേണ്ടി വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് വരുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ഇവിടെ. അത് കഴിയുമ്പോൾ മുന്നോട്ട് മേ ബി ലൈക്ക് അതൊരു ആദ്യത്തെ ഒരാഴ്ച അങ്ങനെ കണക്കാക്കിക്കോളൂ കേട്ടോ, ഓൾമോസ്റ്റ്. അത് കഴിയുമ്പോൾ ഇവിടെ കുട്ടികളുടെ കാര്യം വീണ്ടും കാണുന്നുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾ ഫ്രണ്ട്സുമായിട്ട് ടൈം സ്പെൻഡ് ചെയ്യുന്നതായിട്ട്, ഫ്രണ്ട്സിൻ്റെ കൂടെ ടൈം അഗെയിൻ ഈ ഒരു വെക്കേഷൻ ടൈം ആയതുകൊണ്ടായിരിക്കാം ഇങ്ങനെ വരുന്നത്. ഓക്കെ, കൂടുതലും ഫാമിലി വെക്കേഷൻ ഒരു അങ്ങനത്തെ സിറ്റുവേഷനൊക്കെയാണ് ഇവിടെ കൂടുതലും കാണുന്നത് ഇപ്പോൾ. സോ അഗെയിൻ കുട്ടികളുടെ കാര്യങ്ങൾ, അല്ലെങ്കിൽ നിങ്ങൾ ചിലപ്പോൾ നിങ്ങളുടെ ചെറുപ്പകാലം ഓർമ്മിക്കുന്നു എന്ന് പറയാം. നിങ്ങളുടെ നൊസ്റ്റാൾജിയ മൊമെന്റ്സിലേക്ക് നിങ്ങൾ പോകുന്നു എന്ന് പറയാം. ഫ്രണ്ട്സിൻ്റെ കൂടെ എൻജോയ് ചെയ്യുന്ന രീതിക്ക് പറയാം. ഫ്രണ്ട്ഷിപ്പ് എന്നൊക്കെ പറയും. നിങ്ങൾക്ക് ആരെങ്കിലും ഗിഫ്റ്റ്, അഗെയിൻ ഇവിടെ ഒരു ഗിഫ്റ്റിൻ്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്, ഇവിടെ ഒരു ഗിഫ്റ്റ് പോലെ തോന്നുന്നുണ്ട്. ഐ തിങ്ക് എന്തൊക്കെയോ ജസ്റ്റ് സ്മോൾ നമ്മൾ ചെറിയ കാര്യങ്ങൾ. ഓക്കെ, ചെറിയ കാര്യങ്ങളിൽ നിങ്ങൾ ഹാപ്പിനെസ് കണ്ടെത്തുന്ന പോലെ. ആക്ച്വലി ഈ ഒരു സമയം വളരെ പീസ്ഫുൾ ആയിരുന്ന ഒരു സന്തോഷമുള്ളൊരു സമയമാണ്. ചൂടിൻ്റെ കാര്യങ്ങളൊക്കെ ഉണ്ട്, പക്ഷെ എന്നാലും ഐ തിങ്ക് ഓക്കെ
ഇവിടെ 3 of Pentacles ഉണ്ട്. ഇതൊരു നമ്മൾ കൊളാബറേഷൻ എന്ന് പറയും. ഓക്കെ, മറ്റുള്ളവരോട് കൂടി ചേർന്നിട്ട് നമ്മൾ എന്തെങ്കിലും ഒരു കാര്യങ്ങൾ ചെയ്യുന്നതായിരിക്കാം. അത് ഞാൻ പറഞ്ഞ പോലെ ചിലപ്പോൾ ഫ്രണ്ട്സിന്റെ കൂടെ തന്നെ ആയിരിക്കാം എന്തെങ്കിലും പ്ലാൻ ചെയ്ത് യാത്രകൾ അങ്ങനെ ആവാം. അല്ലെങ്കിൽ ജസ്റ്റ് നിങ്ങൾ എന്തെങ്കിലും ബിസിനസ് അങ്ങനത്തെ എന്തെങ്കിലും സ്റ്റാർട്ട് ചെയ്യാൻ ആലോചിക്കുന്നുണ്ടെങ്കിൽ ആരുടെയെങ്കിലും പാർട്ട്ണർഷിപ്പിന്റെ കൂടെ നിങ്ങൾ ചെയ്യുന്നതായിരിക്കാം. അല്ലെങ്കിൽ അഗെയിൻ ഇവിടെ ഒരു മാരേജിന്റെ കൂടി പറയുന്നുണ്ട്. ഇത് മാരേജ് കാർഡ്. അപ്പോൾ മാരേജ് ആവാം, നിങ്ങൾ മാരേജിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നതായിരിക്കാം. അങ്ങനെ നോക്കുമ്പോൾ ഇവിടെ ഒരു മാരേജ് ഓഫർ വരുന്നു എന്ന് പറയാം. ഓക്കെ, അത് നിങ്ങൾക്ക് അറിയുന്ന ഒരു വ്യക്തി തന്നെ ആയിരിക്കാം. മേ ബി നിങ്ങൾ ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ ഒരു ഫ്രണ്ട്ഷിപ്പ് കുറച്ചുകൂടി ഗ്രോ ചെയ്ത് റിലേഷൻഷിപ്പ് ആവണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടാവാം. അത് നടക്കും. എനിക്ക് റിലേഷൻഷിപ്പിലേക്ക് ഗ്രോത്ത് വേണമെന്നുണ്ടെങ്കിൽ യെസ്, അത് സാധിക്കും, അത് വരുന്നുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾ ബിസിനസ്സിന്റെ കാര്യത്തിൽ ഞാൻ പറഞ്ഞ പോലെ ബിസിനസ് അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യം, എന്ത് കാര്യം ആയിക്കോട്ടെ. ഓക്കെ, നിങ്ങൾ മറ്റുള്ളവരുമായിട്ട് കൂടി ആലോചിച്ച് എന്തെങ്കിലും ചെയ്യുന്ന ഒരു സംരംഭം തുടക്കുന്നതായിട്ടോ അല്ലെങ്കിൽ ജസ്റ്റ് എന്തെങ്കിലും പ്ലാനിങ് ചെയ്യുന്നതായിട്ടോ ഒക്കെയാണ് ഇവിടെ ആ ഫസ്റ്റ് ഫ്യൂ ഡേയ്സ് ഒക്കെ കാണുന്നത്. ഐ തിങ്ക് ഒരു റിലാക്സ്ഡ് മൈൻഡാണ്. പ്രത്യേകിച്ച് ഇവിടെ വലിയ ടെൻഷനൊന്നും കാണാം. ഒരു വെയിറ്റിംഗ് എനർജി മാത്രമുണ്ട്. ഐ തിങ്ക് നിങ്ങൾ ഹാപ്പി ആയിട്ട് ഇരിക്കുമ്പോഴും ചിലപ്പോൾ നിങ്ങൾ എന്തോ ആഗ്രഹിക്കുന്നുണ്ട് എന്ന് പറയാം. നിങ്ങളുടെ മൈൻഡിന്റെ ബാക്കിൽ എവിടെയെങ്കിലും ചെറിയ ആഗ്രഹം എന്തെങ്കിലും ഉണ്ടാവും. ദറ്റ് എന്തോ കിട്ടാനുണ്ട്, എന്തെങ്കിലും വരാനുണ്ട്. അതൊരു ഗിഫ്റ്റ് ആയിരിക്കാം, അതല്ലെങ്കിൽ പേഴ്സണെ ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു ജോലിയുടെ ഓഫർ ആയിരിക്കാം. എന്തോ ഒരു കാര്യം വെയിറ്റിംഗ് എനർജി മാത്രം ലേശം ഇവിടെ കാണുന്നുണ്ട്. ബാക്കി ഇവിടെ ഐ തിങ്ക് ഓക്കെയാണ്, നിങ്ങൾ നോർമലായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. സെക്കൻഡ് ഹാഫ് നമ്മുടെ ആദ്യത്തെ ഒരു 15 ദിവസത്തെ സെക്കൻഡ് 15ലേക്ക് നമ്മൾ പറയുമ്പോൾ ചെറിയ ചേഞ്ചസ് ഇവിടെ തുടങ്ങുന്നുണ്ട്. ഓക്കെ, മേ ബി വെക്കേഷൻ കഴിയാണ്, സ്കൂളൊക്കെ തുടങ്ങുന്ന സമയമാവും. അപ്പം ചിലവർക്ക് ഇനിയിപ്പോൾ യാത്രകൾ നമുക്ക് ആ രീതിക്ക് അഗെയിൻ ഞാനിവിടെ യാത്ര പറഞ്ഞു, നിങ്ങൾ മേ ബി ഫ്രണ്ട്സിൻ്റെ കൂടെ യാത്ര പോകുന്നതിൻ്റെ ആയിരിക്കാം. അല്ല എന്നുണ്ടെങ്കിൽ തന്നെ നിങ്ങൾ ലൈഫിലൊരു സമാധാനം, പീസ്ഫുൾ നിങ്ങൾ ഫീൽ ചെയ്യും. സന്തോഷങ്ങൾ വരുന്നുണ്ട് എന്നും പറയുന്നുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് ഹാപ്പി ആയിട്ടുള്ള എന്തോ കിട്ടും. ഇതുമായിട്ട് ഇവിടെ എനിക്ക് കണക്ഷൻ ഫീൽ ചെയ്യുന്നുണ്ട്. കാരണം മേ ബി നിങ്ങൾ ലൈക്ക് ഒരു യാത്ര പോവാൻ വെക്കേഷനൊക്കെ ആയതുകൊണ്ട് ഞാൻ പ്രത്യേകം അത് പറയുകയാണെന്ന് മാത്രം. അല്ലാത്തവർക്കും ലൈക്ക് നിങ്ങൾ ചിലപ്പോൾ ഒരു മാറ്റം, സ്ഥലം മാറ്റം, ചേഞ്ച് എന്ന രീതിക്കും ആയിരിക്കാം. നമ്മൾ മുന്നോട്ട് പോകുന്ന കാര്യമാണ്. സോ ചിലവർ ജോലിയുടെ ഒരു കാര്യത്തിന് വേണ്ടി നമ്മൾ മാറിപ്പോവാൻ നിൽക്കുന്നു, സ്ഥലം മാറിപ്പോവാൻ നിൽക്കുന്നു, അങ്ങനെയൊക്കെ പറയാം. നിങ്ങൾക്ക് ആഗ്രഹിച്ച പോലെ ഒരു ഓഫർ നമ്മൾ വെയിറ്റ് ചെയ്തിട്ട് കാര്യം പറയുന്നുണ്ടായിരുന്നു. ആ ഓഫറിന്റെ മീൻസ് നിങ്ങൾ അതിൽ മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് ഹാപ്പിനെസ് കിട്ടും എന്നൊക്കെ പറയാം. ഓക്കെ, അതിനുവേണ്ടി പക്ഷേ ചില കാര്യങ്ങൾ നിങ്ങൾ പിന്നിൽ ഉപേക്ഷിക്കുന്നുണ്ട്. ഓക്കെ, ഈ ഒരു ഓഫർ നിങ്ങൾ എടുക്കുകയാണെങ്കിൽ, ഓക്കെ, ഈ ഒരു ഓഫർ നിങ്ങൾക്ക് മേ ബി ഒരു മാറ്റം, സ്ഥലം മാറ്റം, അല്ലെങ്കിൽ ഒരു ജോലിക്ക് മാറ്റം, എന്തെങ്കിലും അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്തൊക്കെയോ പിന്നിൽ ഉപേക്ഷിച്ച് പോകുന്നൊരു ഫീലിംഗ് ഉണ്ട്. എന്ന് വെച്ചാൽ നമ്മൾ പറയില്ലേ, നമ്മൾ ചില എന്തെങ്കിലും നമ്മൾ ചേഞ്ചസ് വരുമ്പോൾ അങ്ങനെയാണല്ലോ, നമ്മൾ ഒരു ജോലി വിട്ട് വേറെ ജോലിക്ക് പോകണു, ഒരു സ്ഥലം വിട്ട് വേറെ സ്ഥലത്ത് പോകണു എന്നൊക്കെ പറയുമ്പോൾ ഒരു മാറ്റത്തിന്റെ ഒരു സമയമായിട്ട് തന്നെയാണ് കാണുന്നത്. ഇത് ആക്ച്വലി പറയുന്നത് നമ്മൾ 6 of Swords എന്ന് പറയുമ്പോൾ നമ്മൾ സമാധാനത്തിലേക്ക് ഒരു പീസ് കിട്ടുന്നു, സമാധാനം കിട്ടുന്നു, കാര്യങ്ങൾ മുന്നോട്ട് നല്ല രീതിയിൽ പോവും എന്നൊക്കെ പറയാം. ആക്ച്വലി മുന്നോട്ട് പോകുന്ന ഒരു തരമാണ് ഇത്. നമ്മൾ പിന്നിൽ ചിലതിനെ ഉപേക്ഷിക്കുന്നതിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. രണ്ടും ഓൾമോസ്റ്റ് സെയിം ആണ്. ഓക്കെ, നമ്മൾ ലെറ്റിംഗ് ഗോ, മൂവിങ് ഓൺ എന്നൊക്കെ പറയാം. പക്ഷെ ഇവിടെ ഇത് നമ്മൾ പിന്നിൽ ഉപേക്ഷിച്ച് പോകുന്നത് എനിക്കിവിടെ നെഗറ്റീവായിട്ട് തോന്നുന്നില്ല, നല്ല കാര്യമാണ്. എന്തിലേക്കോ നിങ്ങൾ നല്ലതിലേക്ക് മൂവ് ചെയ്യുന്നു എന്ന രീതിക്ക് ഫീൽ ചെയ്യുന്നുള്ളൂ. അതിനുവേണ്ടി പക്ഷേ യെസ്, അതിൻ്റെ ഒരു സാഡ്നെസ് നിങ്ങൾക്ക് ഉണ്ടാവാം. കാരണം നമ്മൾ എന്തെങ്കിലുമൊക്കെ പിന്നിൽ ഉപേക്ഷിച്ച് പോകുമ്പോൾ നിങ്ങൾ ലേശം ഇമോഷണൽ ആയിട്ടാണ് കാണുന്നത്. ഫുൾ മൂൺ ഉണ്ട് ഇവിടെ, നമ്മളിവിടെ വെള്ളമൊക്കെ ഉണ്ട്. സോ നമ്മൾ പറയാറുണ്ട് ദറ്റ് ഇമോഷണൽ ആണ്. ഇതും ആക്ച്വലി ഒരു ഇമോഷണൽ കാര്യം തന്നെയാണ്. അതാണ് ഇവിടെ സന്തോഷമാണ് പക്ഷെ നിങ്ങൾക്ക്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് എന്തോ സന്തോഷപരമായ എന്തോ ഒരു കാര്യമാണ് കിട്ടുന്നത്. അതിന് വേണ്ടിയിട്ടാണ് ഈ മൂവിങ്, അതിന് വേണ്ടിയിട്ടാണ് ഈ യാത്ര. ഓക്കെ, ചിലപ്പോൾ ഞാൻ പറഞ്ഞ പോലെ യാത്ര ഒന്നുമില്ലെങ്കിൽ ജസ്റ്റ് റിലാക്സിങ് ഒരു യാത്ര ആയിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ ആവശ്യമുള്ള ഒരു യാത്ര ആയിരിക്കാം. കാരണം ഇവിടെ വീണ്ടും ചാരിറ്റി ഇവിടെ വീണ്ടും ഉണ്ട്. സോ ഒരു മൂവ്മെന്റ് ഫോർവേഡ് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ, ഇവിടെ ക്വീൻ ഓഫ് സോർഡ്സ് ഉണ്ട്. ക്വീൻ ഓഫ് സോർഡ്സ് നമുക്ക് ആക്ച്വലി നിങ്ങളുടെ ഇവിടെ എനിക്ക് നെഗറ്റീവ് പറയാൻ തോന്നുന്നില്ല. ബിക്കോസ് നിങ്ങൾ ഈ ഒരു എനർജിയിലായിരിക്കാം. ഓക്കെ, നിങ്ങളൊരു ക്വീൻ ഓഫ് സോർഡ്സ് എനർജിയാണ്. അതായത് ആക്ഷൻ എടുക്കാനുള്ള ഒരു എനർജിയിലാണ് നിങ്ങൾ. എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾ വളരെ സ്ട്രോങ് ആയിട്ട് നിങ്ങൾ ചെയ്യാനുള്ള ഒരു എനർജിയാണ് എനിക്ക് കാണുന്നത്. നിങ്ങൾക്ക് അതായത് നിങ്ങൾക്ക് എന്താണോ വേണ്ടത് അതിനു വേണ്ടി നിങ്ങളൊരു നല്ല സ്ട്രോങ് ആയിട്ട് ഡിസിഷൻ എടുത്ത്, തീരുമാനങ്ങളെടുത്ത്, ഓക്കെ, മുന്നോട്ട് അതിന് വേണ്ട സ്റ്റെപ്സ് ചെയ്യാൻ നിങ്ങൾ തയ്യാറാണ്. ക്വീൻ മാത്രമല്ല, കിങ് ആയാലും, കിങ് ഓഫ് സോർഡ്സ് ആയാലും അങ്ങനെ തന്നെയാണ്. നമ്മൾ ആക്ഷൻ എടുക്കാൻ തയ്യാറാണ്. എന്തും ലൈക്ക് ക്ലാരിറ്റിയോടെ, വല്ല ഒന്ന് കോൺഫിഡൻസോടെ, ഓക്കെ, നമ്മൾ എന്തെങ്കിലും ചെയ്യുന്ന ഒരു കാര്യമാണ് പറയുക. സോ ആ ഒരു എനർജിയിലാണ് നിങ്ങൾ നിൽക്കുന്നത്. അത് കിങ് ആയാലും ക്വീൻ ആയാലും. ഓക്കെ,
അങ്ങനെ ഒരു എനർജിയിൽ ഐ തിങ്ക് നിങ്ങൾ ആ ഒരു മൂവ്മെന്റ് നിങ്ങൾ ചൂസ് ചെയ്യും. ആക്ച്വലി 3 കാർഡ് നമുക്കിവിടെ മാറ്റത്തിനെ കുറിച്ചാണ് പറയുന്നത്, ഒരു യാത്രയെക്കുറിച്ചാണ് പറയുന്നത്. യാത്ര, മാറ്റം, പിന്നിൽ ചിലത് ഉപേക്ഷിച്ച് നമ്മൾ മുന്നോട്ട് പോവുക എന്ന രീതിയിലാണ്. ഇത് രണ്ടും നമുക്ക് നല്ല പോസിറ്റീവ് കാർഡാണ്. അതിന്റെ കൂടെ പക്ഷെ നമ്മൾ ചിലത് പിന്നിൽ ഉപേക്ഷിക്കുന്നുമുണ്ട്. സോ ലേശം ഇമോഷണലും ആണ്. പക്ഷേ ഈ ഒരു ഇമോഷണൽ കാര്യം മാറ്റി വെച്ച് നിങ്ങൾ പ്രാക്ടിക്കലായി ചിന്തിച്ച് നിങ്ങളുടെ ലൈഫിന് വേണ്ടത്, മുന്നോട്ട് വേണ്ട നല്ല കാര്യം നിങ്ങൾ ചെയ്യാൻ തയ്യാറാവുന്ന പോലെയാണ്. സോ അത് നല്ല കാര്യമാണ് കേട്ടോ. ഓക്കെ, അപ്പൊ ഇവിടെ എന്തായാലും ഒരു മാറ്റത്തിന്റെ കാര്യം വളരെ പ്രോമിനന്റ് ആയിട്ട് കാണുന്നുണ്ട്. ചിലപ്പോൾ നിങ്ങൾ പഠിക്കാൻ അബ്രോഡ് പോകുന്നതായിരിക്കാം, ജോലിക്ക് വേണ്ടി അബ്രോഡ് അബ്രോഡ് എന്നാവണമെന്നില്ല, എവിടെയെങ്കിലും ഒരു സ്ഥലം, വേറെ സ്ഥലത്തേക്ക്, ഫാമിലിയെ വിട്ടിട്ട്, ഓക്കെ, ഫാമിലിയെ വിട്ട് ചിലപ്പോൾ പോകുന്ന കാര്യമായിരിക്കാം. അതുകൊണ്ട് ലേശം ഇമോഷണൽ ഉണ്ടാവാം. സ്റ്റാർ കാർഡിന്റെ ഇവിടെ നമുക്ക് പക്ഷെ നിങ്ങളുടെ ഒരു ആഗ്രഹം നടക്കുന്ന പോലെയാണ്. ഓക്കെ, ഒരു ആഗ്രഹം, നിങ്ങൾ എന്താണോ ആഗ്രഹിച്ചത് അത് നിങ്ങൾക്ക് വരുന്നുണ്ട്. ഓക്കെ, നൈറ്റ് ഓഫ് പെന്റിക്കിൾസ് ആണ്. സോ ഒരു ഓഫർ നിങ്ങൾക്ക് വരുന്നുണ്ട്, അത് നിങ്ങൾ ആഗ്രഹിച്ചതാണ്, നിങ്ങൾ വിഷ് ചെയ്ത ഒരു കാര്യമാണ്, ആ വിഷ് നടക്കുന്നു എന്ന് പറയാം. അത് ഇപ്പൊ നിങ്ങൾ ഗിഫ്റ്റ് എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഗിഫ്റ്റ് വരുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു ജോലി ഓഫർ അങ്ങനെയൊക്കെ വരുന്നുണ്ട് എന്ന് പറയാം. ഇവിടെ എനിക്ക് നെഗറ്റീവ്സ് ഇല്ല അധികം ഈ മാസം. വെരി ഗുഡ്, ആക്ച്വലി നല്ല കാര്യമാണ്. ഇവിടെ ഇപ്പൊ എന്തെങ്കിലും നിങ്ങൾക്ക് ഞാൻ അഡ്വൈസ് ആയിട്ട് ഇനിയിപ്പോൾ എന്താ തരാമെന്നാണ് ചോദിക്കുന്നത്. നല്ല കാര്യങ്ങൾ കാണുമ്പോൾ ഇനിയിപ്പോൾ ഇതിൽ എന്താ ഞാൻ അഡ്വൈസ് പറയാനുള്ളത്? ഓക്കെ, നിങ്ങളോട് ജസ്റ്റ് ഒരു കാര്യം മാത്രം നിങ്ങൾ ആലോചിക്കാൻ പറ്റും, പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കാം. ഓക്കെ, പ്രാക്ടിക്കലായിട്ട് ലേശം ലൈക്ക് ഇപ്പോൾ എന്തെങ്കിലും വിട്ടു പോകേണ്ടി വന്നാൽ നിങ്ങൾക്ക് മനസ്സ് വരുന്നില്ല, അങ്ങനെ വല്ലതും തോന്നുന്നുണ്ടെങ്കിൽ ലേശം പ്രാക്ടിക്കലായിട്ട് കൂടി ചിന്തിക്കാം. ഓക്കെ, നിങ്ങൾ അതിന് വേണ്ട ആക്ഷൻ നിങ്ങൾ എടുക്കാൻ തയ്യാറാവണം എന്ന് പറയാം. ഓക്കെ, ഒരു മൂവിങ് വേണ്ടി വന്നാൽ, മൂവ്മെന്റ്, ഇതിപ്പോൾ വേറെ ഒന്നുമല്ല, നമ്മളിപ്പോൾ സ്ഥലം മാറി പോകല് ഇങ്ങനത്തെ കാര്യങ്ങളൊന്നുമല്ല. ജസ്റ്റ് നിങ്ങളുടെ മൈൻഡ്, നിങ്ങൾക്ക് വേണ്ട സന്തോഷം, ഓക്കെ, നിങ്ങൾക്ക് വേണ്ട സന്തോഷത്തിന് വേണ്ടി ചിലപ്പോൾ നിങ്ങളൊരു ഫൈറ്റ് ചെയ്യേണ്ടി വന്നേക്കാം, നിങ്ങളൊന്ന് സ്ട്രോങ് ആയിട്ട് നിൽക്കേണ്ടി വരുമായിരിക്കാം. അതാണെങ്കിലും ഓക്കെ, നിങ്ങൾ ഈ ഒരു എനർജിയിൽ വരിക, ഒരു സോർട്സ് എനർജിയിലേക്ക് വരിക. എന്ന് വെച്ച് മറ്റുള്ളവരെ നമ്മൾ റെസ്പെക്ട് ചെയ്യാതെ എന്നല്ല, പക്ഷെ നമുക്ക് വേണ്ട കാര്യങ്ങൾക്ക് വേണ്ടി ഒന്ന് ഫൈറ്റ് ചെയ്ത് നിൽക്കുന്നതിൽ തെറ്റില്ല. ഓക്കെ, എന്തായാലും പോസിറ്റീവ് റീഡിംഗ് ആണ്. മെയിൽ ഐ തിങ്ക് നല്ലൊരു മാറ്റം കാണുന്നുണ്ട് ഇവിടെ. ഓക്കെ, എന്തായാലും എനിക്ക് പോസിറ്റീവായിട്ട് തന്നെയാണ് ഫീൽ ചെയ്യുന്നത്. നിങ്ങൾ ആഗ്രഹിച്ച എന്തെങ്കിലും ഒരു കാര്യം നടക്കും എന്നൊക്കെ ഉണ്ട്. യാത്രകൾ പോകാനുള്ള ചാൻസ് ആണ്. ഓക്കെ, നിങ്ങൾക്ക് എന്തെങ്കിലും പുതിയ ഓഫേഴ്സ് വരും. ഓരോരുത്തർക്കും ഓരോന്നായിരിക്കാം, എല്ലാവർക്കും വരില്ല. പുറത്ത് വയ്ക്കാം. നമുക്ക് ഗൈഡൻസ് കൂടി നോക്കിയേക്കാം. കുട്ടികളുടെ കൂടെ സമയം സ്പെൻഡ് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിന്റെ കൂടെ സമയം സ്പെൻഡ് ചെയ്യുക, അങ്ങനെയൊക്കെ നല്ല സമയങ്ങളൊക്കെ ഉണ്ടാവും ചിലപ്പോൾ ഈ ഒരു മാസം. നല്ല കാര്യങ്ങളാണ്. റിലാക്സ്ഡ് ആണ്. ഐ തിങ്ക് ഒരുപാട് ഐ തിങ്ക് വലിയ അപ്പ് ആൻഡ് ഡൗൺ എനർജി ഇല്ല ഇവിടെ. ബാലൻസ്ഡ് ആണ്, നല്ല കാര്യം. ഓക്കെ, രണ്ടെണ്ണം വരുന്നുണ്ട്, ട്രാൻസ്ഫോർമേഷൻ ആൻഡ് സക്സസ്. ഓക്കെ, ഇവിടെ രണ്ട് എടുക്കാം. അബൻഡൻസ്, എംബ്രേസിംഗ്, പ്രൊട്ടക്ഷൻ, പ്യൂരിഫിക്കേഷൻ ആൻഡ് ഇന്നർ പീസ്. ഇത് നമ്മുടെ 6 ഓഫ് സോർഡ്സിനെ ഞാൻ ഓൾറെഡി പറഞ്ഞു. ഇന്നർ പീസ് ഇത് എപ്പോഴും വരാറുണ്ട് നമ്മുടെ റീഡിംഗിൽ അല്ലേ. നിങ്ങൾക്ക് ഒരു പീസ്ഫുൾ ഒരു ഇത് വരും എന്നാണ് പറയുന്നത്. പക്ഷെ അതിന് വേണ്ടി ചില ആക്ഷൻ ചിലപ്പോൾ നിങ്ങൾ എടുക്കേണ്ടി വരും. അത് നിങ്ങൾ എടുക്കാൻ തയ്യാറാവാം. ഓക്കെ, നമുക്ക് നല്ലതല്ലാത്തത് പിന്നിൽ ഉപേക്ഷിക്കാനും നമുക്ക് വേണ്ടതിന് വേണ്ടി മുന്നോട്ട് പോകാനും ധൈര്യം, കോൺഫിഡൻസ് ഒക്കെ കൊണ്ടുവരാം. ഓക്കെ, നിങ്ങൾക്ക് സക്സസ് വരുന്നുണ്ട് തീർച്ചയായിട്ടും. ഈ ട്രാൻസ്ഫോർമേഷൻ നിങ്ങളുടെ ഉള്ളിലാണ് വരുത്തേണ്ടത്. ഓക്കെ, ഈ ഒരു ട്രാൻസ്ഫോർമേഷൻ, അതായത് ഇമോഷണൽ ആവാതെ കാര്യങ്ങളെ ഡീൽ ചെയ്യാനും എന്തും പ്രാക്ടിക്കലായിട്ട് ചെയ്യാനൊക്കെ പഠിച്ച് നിങ്ങൾ അവനവൻ്റെ ഒരു ട്രാൻസ്ഫോർമേഷൻ കൊണ്ടുവരേണ്ട ഒരു സമയമാണ് കാണുന്നത്. സക്സസ് നിങ്ങൾക്ക് കിട്ടും എന്ന് പറയുന്നുണ്ട്. ഓക്കെ, ആൻഡ് അബൻഡൻസും വരുന്നുണ്ട്. സക്സസ് ആൻഡ് അബൻഡൻസ് ബോത്ത് രണ്ടും സെയിം തന്നെയാണ്. ഓക്കെ, മണി കാര്യങ്ങൾ, അല്ലെങ്കിൽ ജോലിയിൽ, കരിയറിൽ, ഫ്യൂച്ചറിൽ, പഠിക്കാനായാലും എല്ലാം നിങ്ങൾക്കൊരു സക്സസ് വരുന്നുണ്ട്. എംബ്രേസിങ്, ഓക്കെ, ചില മാറ്റങ്ങൾ ഉണ്ടാവാം. ആ മാറ്റങ്ങളെ നമ്മൾ എംബ്രേസ് ചെയ്യണം എന്നാ പറയാം. ഈ മാറ്റങ്ങളെ എംബ്രേസ് ചെയ്യണം എന്ന് പറഞ്ഞ കാര്യമാണ് ഞാനിപ്പോൾ ഇവിടെ പറഞ്ഞത്. നമ്മൾ ചിലത് പിന്നിൽ ഉപേക്ഷിക്കേണ്ടി വരും. ഓക്കെ, പിന്നിൽ ഉപേക്ഷിച്ച് പക്ഷെ നമ്മൾ മുന്നോട്ട് പോകുന്നത് എന്തിനാണ്, നല്ലതിനാണ് എന്നുള്ള ഒരു ചിന്ത നമ്മുടെ ഉള്ളിൽ വരുമ്പോൾ നമ്മൾ അതിനെ അക്സെപ്റ്റ് ചെയ്യാൻ പഠിക്കാം. ഓക്കെ, എന്താണോ വരുന്നത് അത് അക്സെപ്റ്റ് ചെയ്യാം. ആൻഡ് പ്രൊട്ടക്റ്റഡ് ആണ്, നിങ്ങൾ പ്രൊട്ടക്റ്റഡ് ആണ്. ഓക്കെ, യൂണിവേഴ്സ് നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ട്. ഞാൻ പറഞ്ഞു ചില മാറ്റങ്ങളൊക്കെ ചിലപ്പോൾ നമുക്കൊരു ടെൻഷൻ ഉണ്ടാവും അല്ലേ, എങ്ങനെ ഉണ്ടാവും എന്താണെന്ന് അറിയില്ല എന്നൊക്കെ. അപ്പോൾ അതിന് നിങ്ങൾ പ്രൊട്ടക്റ്റഡ് ആണ്, യൂണിവേഴ്സ് നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ട് എന്ന് പറയുന്നുണ്ട്. പ്യൂരിഫിക്കേഷൻ, ഈ മാറ്റങ്ങൾ, ഈ ട്രാൻസ്ഫോർമേഷൻ നിങ്ങളുടെ ലൈഫിൽ വരുന്നത് നിങ്ങളുടെ ഒരു പ്യൂരിഫിക്കേഷന് വേണ്ടിയിട്ടാണ്, നിങ്ങളുടെ ഒരു ഗ്രോത്തിന് വേണ്ടിയിട്ടാണ് എന്ന് പറയാം. ഓക്കെ, ആൻഡ് ഇന്നർ പീസ്, യെസ് ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് സമാധാനവും പീസും വരുന്നുണ്ട്. ആക്ച്വലി നിങ്ങൾക്ക് സ്വയം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അത് വരുന്നുണ്ട് എന്ന് പറയുന്നതല്ല, നിങ്ങൾക്ക് സ്വയം ഉണ്ടാക്കിയെടുക്കാൻ നിങ്ങൾക്ക് പറ്റും. ഓക്കെ, പക്ഷേ യെസ്, ഈ ചില മാറ്റങ്ങൾ നമ്മൾ ഉൾക്കൊള്ളാത്തതാണ് നമ്മുടെ പ്രശ്നം.
ഓക്കെ, നമ്മൾ അതിനെ അക്സെപ്റ്റ് ചെയ്യാത്തതാണ് നമ്മുടെയൊക്കെ പ്രോബ്ലം. നമ്മളിങ്ങനെ മാറ്റങ്ങൾ വരുമ്പോഴേക്കും വല്ലാതെ നമ്മൾ അപ്സെറ്റ് ആയിപ്പോകും. ഞാൻ നിങ്ങൾക്ക് നെഗറ്റീവ് പറഞ്ഞു തരാൻ ശ്രമിക്കുകയാണ്, ഇവിടെ എന്തായിരിക്കും. അപ്പം അങ്ങനെ എന്തെങ്കിലും മാറ്റം വരുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങളുടെ മനസ്സ് ഈ പഴയതിനെ ഉപേക്ഷിച്ച് പോകാൻ, ചിലപ്പോൾ നിങ്ങൾക്ക് നാട് വിട്ടു പോകാൻ, ഫാമിലി വിട്ടു പോകാൻ ചിലപ്പോൾ മനസ്സ് തോന്നില്ല. അല്ലെങ്കിൽ ചിലപ്പോൾ ഫ്രണ്ട്സിനെ വിട്ടു പോകാൻ തോന്നില്ല. അങ്ങനെയൊക്കെ പല കാര്യങ്ങളും ചിലപ്പോൾ നിങ്ങളുടെ മനസ്സിൽ ഒരു ബോധർ ചെയ്യും നിങ്ങളെ. അപ്പൊ അവിടെ പ്രാക്ടിക്കൽ ആവാൻ അതൊക്കെയാണ് പറയുന്നത്. ഓക്കെ, ചില മാറ്റങ്ങൾ നിങ്ങളിൽ വരുത്താം. ഈ മാറ്റങ്ങൾ ആവശ്യമാണ് എന്നൊക്കെ നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ, എന്തെങ്കിലും നഷ്ടപ്പെടുന്നു എന്ന് വിചാരിക്കേണ്ട. അതിന് പകരം നിങ്ങൾ എന്തെങ്കിലും ഗെയിൻ ചെയ്യണു എന്ന് വിചാരിക്കാം. നിങ്ങൾക്ക് സന്തോഷങ്ങൾ വരുന്നു, നിങ്ങൾക്ക് നല്ല ഹാപ്പിനെസ് വരും എന്നൊക്കെ നിങ്ങൾ മനസ്സിലാക്കുക. ചിലത് പിന്നിൽ ഉപേക്ഷിക്കും. അത് റിലേഷൻഷിപ്സിലായാലും. ഓക്കെ, ഞാൻ അതെടുത്ത് പറഞ്ഞില്ല എന്ന് മാത്രം, റിലേഷൻഷിപ്സിലും ഇത് ബാധകമാണ്. ഓക്കെ, എനിവേ, അപ്പം നല്ലൊരു ദിവസം ആയിരിക്കട്ടെ. ആക്ച്വലി നല്ല മാസം തന്നെ ആയിരിക്കട്ടെ. എപ്പോഴേ പറയുന്നു. എല്ലാവർക്കും നല്ലൊരു ഇതായിരിക്കും. ഇന്നത്തെ നല്ല ദിവസമായിരിക്കട്ടെ. നന്ദി, നമസ്കാരം.